ഇതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? ഞാനേ വന്നത് എൻ്റെ ഒരു കസിനെ എനിക്ക് വീട്ടിൽ നിന്ന് ക്രീം ഇട്ട് ചെയ്ത് തന്നതായിരുന്നു. എന്താ ചെയ്തത്? ഒരു ക്രീം യൂസ് ചെയ്ത് അവള് എന്താ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് പിന്നെ അവള് അല്ല, നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റാ ചെയ്തത്? ട്രീറ്റ്മെന്റ് നല്ല ലോറിയലിൻ്റെ ഒരു ക്രീം ഇട്ടാണ് അവള് ചെയ്ത് തന്നത്. അത് എന്താവും പറഞ്ഞിട്ടാ ചെയ്തേ? ഒരു 3 days ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും, പിന്നെ സാധാ ലെവലിൽ പോകുന്നു പറഞ്ഞ് ചെയ്ത്. ഇതിപ്പോ 2 week ആയിട്ട് ഒന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ തന്നെ സ്ട്രൈറ്റനിങ് ക്രീം ഇട്ടിട്ടാണോ ചെയ്തത്? സ്ട്രൈറ്റനിങ് ക്രീം എന്നൊന്നും എന്നോട് അവൾ പറഞ്ഞിട്ടില്ല. സ്ട്രൈറ്റനിങ് ക്രീമാണ് ചെയ്തത് സംഭവം. പക്ഷേങ്കില് എന്തോ 3 ദിവസത്തേക്ക് ലോറിയലിന്റെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾ ആ പൗച്ച് കണ്ടിരുന്നോ? ഇല്ല, അതൊന്നും കണ്ടിട്ടില്ല. ഇല്ല. അത് അയൺ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ക്രീമും കൂടെ അപ്ലൈ ചെയ്തിരുന്നോ? 2 ക്രീം അപ്ലൈ ചെയ്തിരുന്നു. ഇത് സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആള് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങളെ വിഷയം? ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു പഴയ കോലത്തിൽ തിരിച്ച് ബാക്കോട്ട് പോവാന്നുള്ളതല്ലേ? കാരണം അത്രയും വൃത്തിയേടായിട്ടില്ല. ഇതാണ് നമ്മൾ ഇത് പ്രൊഫഷണലി ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റാണ്. അത് ഒറ്റക്ക് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണിത്. കാരണം നമ്മളിപ്പോൾ സ്മൂത്തനിങ്ങിനാണെങ്കിലും ഒരേ ക്രീം അല്ല എല്ലാവർക്കും ഉപയോഗിക്കാം. അത് സെൻസിറ്റീവ് ഹെയറിന് വേറെയാണ്, വെർജിൻ ഹെയറിന് വേറെയാണ്. അത് ഓരോ ഹെയറിന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതായോ എന്ന് നോക്കുന്നത് വിഷ്വൽ ചെക്കാണ്. എത്ര സമയം എന്നുള്ളതല്ല, ഓരോരുത്തരുടെ ഹെയറിനും ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ വിഷ്വലി ചെക്ക് ചെയ്തിട്ടാണ് എത്ര സമയം വെക്കണം, വാഷ് ചെയ്യാനായോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ക്രീം ഇട്ട് കുറെ സമയം വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരു 10 minutes അത്ര വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ക്രീം ഇട്ടിട്ട് എന്നിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്തു വീണ്ടൊരു ക്രീം ഇട്ട് അതും 10 minutes വെച്ചു. അതെ. അപ്പോൾ തൽക്കാലമായിട്ടൊന്നും ചെയ്യാന്ന്. പക്ഷെ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് അയൺ ചെയ്യുന്ന സമയത്ത് ഹെയറിന്റെ ബോണ്ട് കട്ടാവും. ബോണ്ട് കട്ടായ ഹെയറിന് നമുക്ക് ഒരിക്കലും ബാക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവരിപ്പം 3-4 ദിവസം കഴിഞ്ഞാൽ ബാക്ക് പോവും ഹെയർ എന്ന് പറഞ്ഞില്ലേ, അതൊരിക്കലും ഇതിനകത്ത് പോസിബിൾ അല്ല. ഇതിനെന്തൊരു വഴി? ഇതിന് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക മുടി വളരാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുടീനെ സ്ട്രെയിറ്റ് ആക്കി. ഇതെന്ന് വെച്ചാൽ ഇത് അധികം സ്ട്രെയിറ്റ് ആയില്ല, കുറച്ചൊരു ബേബി ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനിപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇതിനെ സ്ട്രെയിറ്റ് ആക്കുക ഫുള്ള്. അതാണ് പിന്നുള്ളൊരു ഓപ്ഷൻ. അല്ലാതെ നിങ്ങൾക്ക് ഇതിനെ ഒരിക്കലും പഴയ ഹെയറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെയർ വളർന്ന് തന്നെ പോകണം, എന്നാലേ നമുക്ക് പുതിയ ഹെയർ വരുന്നത് നമ്മുടെ ഇതിനകത്തേക്ക് വരും. എല്ലാവർക്കും ഇതൊരു പാടായിരിക്കട്ടെ അല്ലേ? കാരണം വീട്ടിൽ നിന്ന് അധികം ആൾക്കാർ ഇപ്പം ഇങ്ങനെ ചെയ്യാണല്ലോ. അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. കാരണം അത് ചെറിയൊരു ലാഭം നോക്കി ചെയ്യുന്നതാണ്. പക്ഷെ എന്തൊരു സംഭവം, ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി എടുക്കേണ്ട ഇഞ്ചക്ഷൻ, ഡോക്ടറോ നേഴ്സോ ചെയ്യേണ്ട ഒരു ഇഞ്ചക്ഷൻ നമ്മൾ തന്നെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇഞ്ചക്ഷൻ അല്ലേ, ഒരു സിറിഞ്ചിൽ മരുന്നെടുത്തിട്ട് അങ്ങ് കുത്തിയാൽ മതിയില്ലേ എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂലല്ലോ. അതേപോലെ തന്നെയാണ് ഇതും. ഇത് ഇപ്പം സലൂണിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി എന്ന് വിചാരിക്കണോണ്ട് പറ്റണൊരു കുഴപ്പം. ടെൻഷനല്ല ഇത് കഴിഞ്ഞതിന് ശേഷം. കാരണം വേറെ ഒന്നല്ല ഉണ്ടായി പോയില്ലേ, സാധാ നോർമലിലേക്ക് വരുമോ? നോർമലിലേക്ക് ഇനി വരില്ല. ഈ ഹെയർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഒറിജിനൽ ഹെയർ വരും. ഈ ഹെയർ എൻഡിൽ അവിടെ അങ്ങനെ തന്നെ കിടക്കും. ആണല്ലേ? ഇപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോഴൊന്നും ഇതിൻ്റെ ബാക്കിയുള്ള പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, മാസ്ക് ഒക്കെ കൊടുത്തിട്ടാണ് വാഷ് ചെയ്യുക. അതൊന്നും ഇതിൻ്റെ കേസിൽ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഹെയർ ഡാമേജ് ആവും, ഹെയർ ബ്രേക്കേജ് വരാൻ തുടങ്ങും. അങ്ങനത്തെ ആ ഒരു ഇഷ്യൂസ് അതും വരും. ഞാൻ നല്ലൊരു പ്രതീക്ഷയല്ലേ ഇങ്ങോട്ട് വന്നത്. പ്രത്യേകിച്ച് താൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ കാണിച്ചു തന്ന എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവള് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു വഴിയില്ല അല്ലേ? ഇതിൽ ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ നമ്മൾ ഫുൾ ഹെയറിനെ പഴയ പോലെയല്ല സ്ട്രെയിറ്റ് ആക്കുക, പ്രോട്ടീൻ എന്തെങ്കിലും ചെയ്തിട്ട്. കാരണം ഇതിനകത്തേക്ക് ഇനി സ്മൂത്തനിങ്ങിൻ്റെ ക്രീമോ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിപ്പോൾ എത്ര 2 weeks ആയത്? 2 weeks കഴിഞ്ഞു അല്ലേ? പക്ഷെ ഒരു ചേഞ്ചും ഇല്ല. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. മുടി വളർന്ന് നമ്മൾ പഴയ മുടിയിൽ ഇത് കട്ട് ചെയ്ത് പോകണവരെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. ഹോം കെയർ പ്രോഡക്ട്സ്, ഷാമ്പും മാസ്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ വല്ലാണ്ട് ഡാമേജ് ആവാണ്ട് ശ്രദ്ധിക്കുക, കൊണ്ടുപോകാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ വല്ലാണ്ട് ഡാമേജ് ആയി പോകുന്നൊരു പ്രശ്നം വരും. വേറെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ ഇപ്പം ഇതല്ലാണ്ട്? വേറെ ഒന്നുമില്ല.
ഇത് തന്നെ ഇതൊന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇതിനൊരു വഴിയില്ല എന്നല്ലത്തെ പറയുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്നാ ഞാൻ പറയുന്നത്. കാരണം എനിക്കും അബദ്ധം പറ്റി, മറ്റുള്ളവർ ഇതിൽ പോയി വീഴാണ്ടിരിക്കട്ടെ. ഏതായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കേട്ടോ, ഒറ്റയ്ക്ക് ഈ പണി എടുക്കാണ്ടിരിക്കുക.